സുഹൃത്തുക്കളെ, പാലക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് സ്വാഗതം. നമ്മളിപ്പോൾ എറണാകുളത്തേക്കുള്ള യാത്രയിലായിരുന്നു. അതിൻ്റെ ഒന്നാമത്തെ വീഡിയോയിൽ അതിൻ്റെ യാത്രയുടെ പ്രാരംഭഘട്ടത്തിലുള്ള സന്തോഷകരമായ മുഹൂർത്തങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചു. ഇപ്പോൾ നമ്മൾ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. നമ്മളിപ്പോൾ വണ്ണപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. വണ്ടി ഇവിടെ നിർത്തിയിട്ടിരിക്കുകയാണ്. നമ്മൾ ഇടുക്കിയിൽ നിന്ന് പോരുമ്പോൾ അല്ലെങ്കിൽ കട്ടപ്പനയിൽ നിന്ന് പോരുമ്പോൾ, പ്രോപ്പർ ഇരട്ടയാറിൽ നിന്നാണല്ലോ നമ്മൾ പുറപ്പെട്ടത്. കട്ടപ്പനയിൽ നിന്ന് പോരുമ്പോൾ ഇരട്ടയാറ് ഹൈറേഞ്ചിൻ്റെ മേഖലയിൽ നിന്ന് പോരുമ്പോൾ എളുപ്പത്തിലുള്ള ഒരു റൂട്ടാണ് ഈ കഞ്ഞിക്കുഴി വണ്ണപ്പുറം വഴി മൂവാറ്റുപുഴ കൂടി എറണാകുളത്തിനുള്ള റൂട്ട്. അങ്ങനെയുള്ള ആ റൂട്ടിലാണ് നമ്മളിന്ന് കടന്നു പോന്നിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ സിറ്റി ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കയറിയിരിക്കുന്നത്. നല്ല രുചികരമായ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു ഹോട്ടലാണിത് എന്നാണ് അനുഭവസ്ഥർ പറയുന്നത്. എന്നോടൊപ്പമുള്ള സുഹൃത്തുക്കളൊക്കെ അവർ മുൻപൊക്കെ ഇതുവഴി കടന്നു പോകുമ്പോഴൊക്കെ ഈ ഹോട്ടലിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ നമ്മൾ കയറിയത്. ആ ഹോട്ടലിലെ ഭക്ഷണം നമുക്ക് കഴിക്കുന്ന കാഴ്ചകളിലേക്ക്. നമ്മുടെ ചങ്കുകളൊക്കെ നല്ല ഭക്ഷണം കഴിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. സിജോ ഉണ്ട്, ജിജോ ഉണ്ട്, അനൂപുണ്ട്. ഇവിടെ നല്ല രുചികരമായ ഭക്ഷണം, നല്ല ഇതുണ്ട്. നല്ല ഇടിയപ്പമുണ്ട്, മുട്ടക്കറിയുണ്ട്, കടലക്കറിയുണ്ട്. അനൂപ് ഇടിയപ്പമാണ് കഴിക്കുന്നത്. സിജോ നല്ലൊരു കോമ്പിനേഷൻ, ഹൈറേഞ്ചുകാരുടെ കോമ്പിനേഷൻ. പൊറോട്ടയും മീൻ കറിയുമാണ് അദ്ദേഹം കഴിക്കുന്നത്. ഇവിടെ നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന കടയാണെന്ന് നേരത്തെ തന്നെ അറിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ കയറിയത്. അപ്പോൾ കൂടുതൽ കാഴ്ചകളിലേക്ക്. അപ്പോൾ നമ്മുടെ അപ്പച്ചൻ ചേട്ടനാണെങ്കിൽ നല്ല മീൻകറിയും അപ്പവും ഒക്കെയാണ് കഴിക്കുന്നത്. അപ്പച്ചൻ ചേട്ടൻ അതാണ് കൂടുതലിഷ്ടം. ആ ബിനോയ്ക്കും ഈ പൊറോട്ടയും മീൻകറിയും അതൊക്കെ ഹൈറേഞ്ചുകാരുടെ ഒരു സ്പെഷ്യൽ ഫുഡാണ്. പക്ഷേ പൊറോട്ടയ്ക്ക് ഏറ്റവും അനുയോജ്യമായ കറി എന്ന് പറയുന്നത് ബീഫ് കറിയാണ്. അത് നമ്മുടെ കുട്ടൻചേട്ടൻ അത് ആ കോമ്പിനേഷൻ സെലക്ട് ചെയ്ത് മനസ്സിലാക്കിയിട്ടുണ്ട്. തോമാൻ ചേട്ടനാണെങ്കിൽ പൊറോട്ടയും മുട്ടക്കറിയാണ് കഴിക്കുന്നത്. ബെന്നിയും പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കുന്നു. തോമസ് കുട്ടി ചേട്ടൻ പക്ഷേ വെജിറ്റബിളാണ്. ഇദ്ദേഹം യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ഇങ്ങനെ വെജിറ്റബിൾ ഭക്ഷണമാണ് നല്ലതെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. വെറൈറ്റി ടേബിളാണ്, മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുണ്ടല്ലോ. ഇവർ നല്ല മസാല ദോശയും നെയ് റോസ്റ്റും ഒക്കെ കഴിക്കുന്ന, ഈ യാത്രയ്ക്ക് വെജിറ്റേറിയൻ കഴിക്കുന്നതാണെന്ന് പൊതുവേ ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്നാൽ പോലും നമ്മുടെ ആൻ്റണി ചേട്ടൻ ഒരു മുട്ട കഴിക്കുന്ന ആവശ്യത്തിലാണ്. അത് ഇടിയപ്പവും മുട്ടയുമാണ് അദ്ദേഹം കഴിക്കുന്നത്. ഇത് ഈ വണ്ണപ്പുറത്തുള്ള സിറ്റി ഹോട്ടൽ എന്ന് പറയുന്നൊരു ഹോട്ടലാണ്. ഈ വഴി കടന്നു പോകുന്നവർക്കൊക്കെ നല്ല ഭക്ഷണം കിട്ടുന്ന കടയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പോൾ വണ്ണപ്പുറത്തെ സിറ്റി ഹോട്ടൽ എന്ന് പറയുന്ന ഹോട്ടലിൽ നിന്നാണ് നമ്മളിന്ന് ഭക്ഷണം കഴിച്ചിരിക്കുന്നത്. ഇത് വണ്ണപ്പുറത്തെ സിറ്റി ഹോട്ടൽ എന്ന് പറയുന്ന ഒരു ഹോട്ടലാണ്. നല്ല ഹോട്ടലാണ്. നല്ല രുചികരമായ ഭക്ഷണമാണ് ഞങ്ങൾക്ക് ഇവിടുന്ന് കഴിക്കാൻ കഴിഞ്ഞത്. ഇത് ഈ കട്ടപ്പനയിൽ നിന്നും ചെറുതോണി വഴി കഞ്ഞിക്കുഴി ചേർന്ന് വരുന്ന വഴിക്ക് വണ്ണപ്പുറം ടൗണിൽ നിന്ന് സമീപത്താണ് ഈ ഹോട്ടലുള്ളത്. ഇത് ഹൈറേഞ്ചിൽ നിന്ന് വരുന്നവർക്കൊക്കെ നല്ലൊരു ഇടത്താവളമാണ്. നല്ല രുചികരമായ ഫുഡാണ് കിട്ടുന്നത്. നല്ല വൃത്തിയും വെടിപ്പുമുള്ള കടയാണ് ഇത്. വണ്ണപ്പുറം സർവീസ് സഹകരണ ബാങ്കിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഹോട്ടൽ. അപ്പോൾ ഈ വണ്ണപ്പുറം ഹോട്ടലിൽ വെച്ച് കണ്ട് തന്നെ പരിചയപ്പെട്ട ഒരു സുഹൃത്തിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുകയാണ്. ഈ ഞങ്ങൾ സിറ്റി ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാനായിട്ട് കയറിയതാണ്. നല്ല ഭക്ഷണമാണ് ഇവിടുന്ന് ഞങ്ങൾക്ക് കിട്ടിയത്. എന്താണ് ചേട്ടൻ ഈ നാട്ടുകാരെന്നുള്ളതിൽ പറയാനുള്ളത്? നല്ല ഭക്ഷണം ഇവിടെ ഏറ്റവും നല്ല ഹോട്ടൽ ഇത് തന്നെയുള്ളൂ. ഇവിടെ പുറമേ നിന്ന് വരുന്ന ടൂറിസ്റ്റുകളും ഈ വഴിയാത്രക്കാരൊക്കെ കൂടുതലായിട്ട് കയറുന്നതായിട്ട് അറിയാൻ കഴിയും. എല്ലാ ആൾക്കാരും ഇത് എത്ര കാലമായിട്ട് ഈ ഹോട്ടൽ ഇവിടെ ഉള്ളതാണ്? 5 വർഷമായിട്ട്. ബിൽഡിംഗ് തന്നെ ഇത് മൊത്തം ബിൽഡിംഗ്. രണ്ട് സൈഡും കടകളാണ്. എങ്ങനെ പേരെങ്ങനെയാ? എൻ്റെ പേര് ബേബി. അപ്പം ബേബിച്ചേട്ടന് വളരെയധികം നന്ദി. ബേബിച്ചേട്ടന് നല്ല പൾസാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കിട്ടിയിരിക്കുന്നത്. ഇത് വണ്ണപ്പുറം വളരെ മനോഹരമായൊരു നഗര സാന്നിധ്യമുള്ള ഒരു ഗ്രാമപ്രദേശമാണ്. നല്ല സുന്ദരമായ സ്ഥലമാണ്. ഒത്തിരി ആളുകൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു ഹോട്ടലിലാണ് നമ്മളിപ്പോൾ ഇന്ന് കയറിയത്. അപ്പോൾ ഇവിടെ വണ്ണപ്പുറത്തെ നല്ല അടിപൊളി ഫുഡ് കഴിച്ചിട്ട് നമ്മൾ യാത്ര തുടരുകയാണ്. വണ്ണപ്പുറത്തെ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ സിറ്റി ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഭക്ഷണം കഴിച്ചത്. അത് സജസ്റ്റ് ചെയ്തത് സിജോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ സിജോയൊക്കെ ഇവിടെ സ്ഥിരം യാത്രക്കാരനൊക്കെ ആയതുകൊണ്ട് ഈ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ നല്ല ഹോട്ടലുകളും നല്ല ഡെസ്റ്റിനേഷൻസും ഒക്കെ എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ടാണ് ഇവിടെ കയറിയത്. നല്ല ഭക്ഷണമായിരുന്നു. അപ്പോൾ നമ്മൾ ഇവിടുന്ന് യാത്ര തുടരുകയാണ്. നേരെ എറണാകുളത്തേക്കുള്ള യാത്ര ഈ ദീപം എസ്എച്ചിയുടെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ വിനോദയാത്രാ പരിപാടി തുടരുകയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ. താങ്ക് യു.